അഭിഷേകത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ലേഖനങ്ങളിൽ നിന്നും ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം അതേ ആംഗിളിൽ എങ്കിലും അഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നു. പക്ഷേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അഭിഷേകവും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് 2-3 മണിക്കൂർ വേണം ആ ആശയങ്ങൾ വ്യക്തമായി വരാൻ. അതുകൊണ്ട് അത്രയും സമയമില്ലാത്തത് കൊണ്ട് പ്യുവർലി അഭിഷേകത്തിൽ മാത്രം ഇന്ന് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം ഒരു കാര്യം മറക്കല്ല, അതിൻ്റെ ബാക്ക്ഡ്രോപ്പ്, അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഇതായിരിക്കും: ദൈവം നമ്മളെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അഭിഷേകത്തെക്കുറിച്ച് പറയുവാൻ ഒരു കാര്യം അതിൻ്റെ മുൻപേ ഇൻട്രൊഡക്ഷനായി പറയട്ടെ. ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരുടെ മീതെ ജയമെടുത്ത് ബാലിനെ ആരാധിക്കുന്നവരുടെ ഇടയിൽ നിന്നും ദൈവജനത്തെ വേർതിരിച്ച് യഹോവ തന്നെ ദൈവം, ഞങ്ങൾ അവനെ മാത്രമേ സേവിക്കുകയുള്ളൂ എന്നൊരു ഉണർവിലേക്ക് ജനത്തെ നയിച്ചു കഴിഞ്ഞപ്പോൾ മഴയ്ക്കായി, ഒരു വലിയ പ്രവൃത്തിക്കായി, ഒരു വലിയ മഴയ്ക്കായി പ്രാർത്ഥിച്ചു. തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞയച്ചു. എന്ത് സംഭവിച്ചു ഓർക്കുന്നുണ്ടായിരിക്കും. ബാല്യക്കാരനോട് പോയി പറഞ്ഞു, പോയി നോക്ക്. കടലിലേക്ക് പോയി നോക്കി, ഒന്നും കാണുവാനില്ല. രണ്ടാമത്തെ പ്രാവശ്യം പോയി, ഒന്നും കാണുവാനില്ല. പല പ്രാവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ബാല്യക്കാരൻ വന്ന് പറയുകയാണ്, ഒരു കൈപ്പത്തി പോലെ, ലൈക്ക് ദ പാം ഓഫ് എ ഹാൻഡ്, ഒരു കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങിയിട്ടുണ്ട്. ആ കൈപ്പത്തി പോലുള്ള മേഘം പൊങ്ങി കണ്ടപ്പോൾ പ്രവാചകൻ പറയുവാണ്, ഇനിയും രഥം പൂട്ടി ഓടുവാൻ ആഹാബിനോട് പറ, ഒരു വലിയ മഴയ്ക്കായിട്ടുള്ള ഒരുക്കമായി കഴിഞ്ഞു. എവിടെയെങ്കിലും കൈപ്പത്തി പോലെ ഒരു ദൈവപ്രവൃത്തി ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവപ്രവൃത്തി ഒരു വൻ മഴയായി പെയ്യുവാൻ സമയമായി കഴിഞ്ഞു. പുതിയ നിയമത്തിലും ഇതിൻ്റെ പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലാണല്ലോ. പുതിയ നിയമത്തിൽ കാണുന്നു, ഒരു കൈപ്പത്തിക്കുള്ള 5 വിരലുകൾ പോലെ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് ദൈവം 5 ഓഫീസസ് നൽകുവാനിടയായി തീർന്നു. ഒന്നാമത് അപ്പോസ്തോലൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ഒന്നാമത് അപ്പോസ്തോലൻ. ഒരു കൈയുടെ പത്തിക്കകത്തുള്ള 5 വിരലുകളിൽ, കൈപ്പത്തിയുള്ള 5 വിരലുകളിൽ തള്ളവിരലിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം പോലെ അപ്പോസ്തോലിന് സകല ആ സ്ഥാനത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് മറക്കരുത്. ഈ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ബാക്കി 4 വിരലുകളെയും തൊടുവാൻ സാധിക്കും, ബാക്കി 4 ശുശ്രൂഷകളെയും തൊടുവാൻ സാധിക്കും. ഒരു അപ്പോസ്തോലനായി ദൈവം ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ പ്രവചന ശുശ്രൂഷയുടെ ഒരു ഭാഗം, സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗം, ഇടയ ശുശ്രൂഷയുടെ ഒരു ഭാഗം, അങ്ങനെ ടീച്ചിങ് മിനിസ്ട്രി, സകല ശുശ്രൂഷകളും ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാൻ 5 വിരലുകളെയും ഒരുമിച്ച് തൊടുവാൻ ആവശ്യമുള്ള ഒരു കൃപ പോലെ അപ്പോസ്തോലിക ശുശ്രൂഷ സഭയിൽ ഒന്നാമതായി ദൈവം ഏൽപ്പിച്ചു. ഒരു പ്രവാചകന്റെ ശുശ്രൂഷ വിരൽ ചൂണ്ടി, ഇതാകുന്നു വിഷയം, ഇതാകുന്നു നിന്റെ കാര്യം എന്ന് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു പ്രവചന ശുശ്രൂഷ ദൈവം കൈപ്പത്തി പോലെ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വന്ന ആ ഒരു പ്രവൃത്തിയിൽ വിരൽ ചൂണ്ടുന്ന പ്രവാചകനെ പോലെ ഒരു ശുശ്രൂഷ ദൈവം നിയമിച്ചു. ഏറ്റവും അധികം നീളമുള്ള, ഏറ്റവും അധികം ആൾക്കാരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഏറ്റവും നീളമുള്ള വിരൽ പോലെ ഇവാഞ്ചലിസ്റ്റ്, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുവാൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവരാജ്യം ഉറപ്പിക്കുവാൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ഓഫീസ് കർത്താവ് സഭയ്ക്കകത്താക്കി. സഭയ്ക്കകത്ത് പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, ഇങ്ങനെ വ്യത്യസ്ത ഓഫീസസ് നൽകി. ഒരു കൈപ്പത്തി ഉയർന്നാൽ അതിൻ്റെ അകത്ത് ഒരു വൻ മഴയുണ്ട് എന്നുള്ള വസ്തുത മാർമികമായി സഭയെ വെളിപ്പെടുത്തി. ദൈവം പറയുകയാണ്, ഓരോ ലോക്കൽ സഭയിലും ഓരോ ദേശത്തുള്ള സഭകൾക്കകത്തും ഈ 5 ഓഫീസസിലുള്ള ദൈവദാസന്മാർ എണീറ്റ് കഴിയുമ്പോൾ ആ ദേശത്ത് ഒരു വലിയ മഴയുണ്ട്. ഇന്ന് സഭയ്ക്കകത്ത് പ്രവചന ശുശ്രൂഷ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോസ്തോലിക ശുശ്രൂഷകൾക്കായി വിളിക്കപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സുവിശേഷീകരണത്തിനായി പോകുവാൻ ഹൃദയത്തിൽ വാഞ്ചയും അതിൻ്റെ അഭിഷേകവും നൽകപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവർ ഒതുങ്ങിയിരിക്കാതെ പുറത്തു പോകുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പാസ്റ്ററൽ മിനിസ്ട്രി, ഇടയ ശുശ്രൂഷയുടെ ഭാഗം ഏറ്റെടുത്ത ഒരു വലിയ കൂട്ടം ജനം എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. അവർക്ക് ടൈറ്റിൽസിനേക്കാൾ ഉപരി, അവർക്ക് സ്ഥാനം ലഭിക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ചുമതല ലഭിച്ച അനേകർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്ത് കൈപ്പത്തിയോളം ഒരു മേഘം പൊങ്ങിയിട്ടുണ്ട്. ഇത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ലോകത്തൊക്കെയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ കൈപ്പത്തിയോളം മേഘം പൊങ്ങട്ടെ. കാര്യം, ഒരു വൻ മഴയ്ക്കുള്ള സമയം, അതിനുള്ള മുഴക്കം ദേശത്തൊക്കെയും കാണുവാൻ, അത് കേൾക്കുവാൻ ഒരു കൈപ്പത്തിയോളം മേഘം പൊങ്ങട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഇങ്ങനെ കൈപ്പത്തിയോളം മേഘം പൊങ്ങുന്നതിന് തുല്യമായി മാർമികമായി ഓഫീസ് സഭയ്ക്കകത്തുണ്ടെങ്കിൽ അഭിഷേകത്തിലും ഇങ്ങനെ ഒരു മാർമികമായ വശം കാണുവാൻ സാധിക്കും. അതിൻ്റെ സ്ഥാനത്തിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷേ ഒന്നാമത്തെ ഒരു അഭിഷേകമാണ് ഫയർ അനോയിന്റിങ്. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, കാത്തിരുന്നതിന് ശേഷം നിങ്ങൾ ശക്തി പ്രാപിക്കും. മറ്റൊരു ഭാഷയിൽ കൊയ്ത്തിന്റെ യജമാനൻ നിങ്ങളെ കൊയ്ത്തിനായി പറഞ്ഞയക്കും. അതിനുശേഷം നിങ്ങൾ യെരൂശലേമിൽ, ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ യെരൂശലേമിലാണ് താമസിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിൻ്റെ മുൻപേ നിങ്ങൾ 20 വർഷമായി 30 വർഷമായി നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഫിനാൻഷ്യലായി നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്തു, നിങ്ങൾക്ക് സകല രീതിയിലും സ്വാധീനമുണ്ട്. അതുകൊണ്ട് യെരൂശലേമിൽ ആദ്യം അങ്ങ് തുടങ്ങിക്കോ, പിന്നെ യഹൂദയിലും പോകുവാനുള്ള അഭിഷേകം എന്നല്ല പറഞ്ഞത്. നോ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എത്ര സ്വാധീനമുണ്ടെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ ഒരു കൃപ, ഒരു അഭിഷേകം, ഒരു ഫയർ അനോയിന്റിങ്, പിളർന്ന അഗ്നിനാവുകൾ പോലെ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം വരാതെ നിങ്ങൾ യെരൂശലേമിൽ പോലും ആരംഭിക്കരുത്. കാര്യം അവിടെ നിങ്ങൾക്ക് ശക്തിയുടെ ആവശ്യമുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവർ ഒരു കാര്യം പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആ തീയുടെ ഒരു അഭിഷേകം വേണം. എത്ര പേർ പ്രാർത്ഥിക്കും? അത് സാധാരണ എല്ലാവർക്കും ദൈവം ആഗ്രഹിക്കുന്നത്. 120 പേർ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. 119 പേരുടെ മേൽ വന്നെന്നല്ല, 120 പേരുടെ മേലും കൂടിയിരുന്ന ഓരോരുത്തരുടെ മേലും അഗ്നിനാവുകൾ പതിച്ചു. ഞാൻ പറയട്ടെ, എന്നീ ഹാളിൻ്റെ അകത്തിരിക്കുന്നവർ, ഇന്ന് എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടായിരുന്നെങ്കിലും നിങ്ങളുടെ തലയ്ക്ക് മീതെ ആ അഗ്നി, പിളർന്ന അഗ്നിനാവുന്നതുപോലെ നിങ്ങളുടെ മീതെ വരുവാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, യജമാനന്റെ ഒരു പദ്ധതിയുണ്ട്. കാര്യം എന്താണ്? പിളർന്ന അഗ്നിനാവുകൾ പോലെ ആ അഗ്നി അഭിഷേകത്താൽ ചിലരെ നിറച്ച് എൻ്റെ ദൈവത്തിന് കൊയ്ത്തിലേക്ക് ഇറക്കി വിടുവാൻ ചില വേലക്കാരെ എൻ്റെ ദൈവം അന്വേഷിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, അടിയനിതാ എന്നെ ആ കൊയ്ത്തിനു വേണ്ടി ആ അഗ്നി അഭിഷേകത്താൽ ഒന്ന് പറഞ്ഞയക്കണം. ആത്മാക്കളെ നേടുവാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു അഭിഷേകമാണ് പ്രൊഫറ്റിക് അനോയിന്റിങ്. പ്രവാചകന്മാരുടെ മീതെ വന്ന ഒരു അഭിഷേകം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം വായിക്കുന്നില്ല, അതിന്റെ 19-ാം അധ്യായത്തിൽ എലീശ പ്രവാചകനെ അഭിഷേകം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ ഒരു അഭിഷേകം, പ്രവചന ശുശ്രൂഷയുണ്ട്, പ്രവചനത്തിന്റെ ഒരു അഭിഷേകമുണ്ട്, പ്രവാചകന്റെ ഒരു അഭിഷേകമുണ്ട്, പ്രവാചകന്റെ ഒരു ഓഫീസ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 അളവിൽ അതിനെ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. പ്രവചന ശുശ്രൂഷ, കൃപാവരം കൈകാര്യം ചെയ്യുന്ന എല്ലാവരും പ്രവാചകന്മാരല്ല. നിങ്ങളിൽ എല്ലാവരും തന്നെ പ്രവചനം പ്രവചിക്കുവാൻ കാംക്ഷിക്കണം, ആ ശുശ്രൂഷയ്ക്കായി ആഗ്രഹിക്കണം, ആ കൃപാവരത്തിനായി ആഗ്രഹിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായി കാണുവാൻ സാധിക്കും. എല്ലാവർക്കും പ്രവചിക്കുവാനുള്ള ഒരു കൃപാവരത്തിനായി പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുവാനും ദൈവത്തിന്റെ വചനം പറയുന്നു. That doesn't make us a prophet. അതിന്റെ അർത്ഥം നമ്മൾ പ്രവാചകന്മാരായെന്നല്ല. ഒരു പ്രവചന ശുശ്രൂഷ കൈകാര്യം ചെയ്തതുകൊണ്ട് നമ്മൾ പ്രവാചകന്റെ അഭിഷേകം പ്രാപിച്ചെന്നുമല്ല. അടുത്ത അളവിലേക്ക് വരുമ്പോൾ ഒരു പ്രൊഫറ്റിക് അനോയിന്റിങ് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ പ്രൊഫറ്റിക് ഓഫീസിലേക്ക് നമ്മളെ കടത്തുവാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. പ്രവാചകന്റെ ഒരു അഭിഷേകം നമ്മുടെ മേൽ വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കാര്യം, ആദ്യത്തെ അഗ്നി അഭിഷേകത്തിൽ ചില കാര്യങ്ങൾ നടക്കും. അഗ്നി അഭിഷേകത്തിൽ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുമാറും, പല കാര്യങ്ങൾ നടക്കും. പക്ഷേ പ്രവാചകന്റെ അഭിഷേകം വന്നെങ്കിൽ മാത്രമേ എലീശ പ്രവാചകനോ ചെയ്ത പല അത്ഭുതങ്ങളും അടയാളങ്ങളും കരങ്ങളിൽ കൂടെ നടക്കത്തക്കതുപോലെ അഭിഷേകത്തിന്റെ ഒരു വളർച്ച ഉണ്ടാകത്തുള്ളൂ. പലരും ജീവിതത്തിൽ അഗ്നി അഭിഷേകം പ്രാപിച്ചു, അതിൻ്റെ അകത്ത് വർദ്ധിച്ചു വരുന്ന അവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ബട്ട് ദേ ആർ സ്റ്റാഗ്നന്റ്. അവിടെ അങ്ങ് നിന്നുപോയി. അടുത്ത അളവിലേക്ക് കടക്കുവാൻ കഴിയാതെ, ആ പ്രവാചകന്റെ അഭിഷേകം പ്രാപിക്കുവാൻ കഴിയാതെ, അടുത്ത ഓഫീസിലേക്കോ അടുത്ത അഭിഷേകത്തിന്റെ അളവിലേക്കോ കടക്കുവാൻ കഴിയാതെ നരിയാണിയോളം വെള്ളത്തിൽ നിന്നുപോയി. ഇന്ന് ഞാൻ അവരോട് പ്രബോധിപ്പിക്കും, നരിയാണയോളം വെള്ളത്തിൽ കടന്നു വന്നവർ അവർ ആത്മനദിയിൽ അവിടെ നിൽക്കുവാനല്ല, അടുത്ത 1000 മുഴം അളന്ന് ദൂതൻ കരം പിടിച്ച് അടുത്ത 1000 മുഴം അളന്ന് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ചിലരുണ്ടോ? ഒരു പ്രവാചകന്റെ അഭിഷേകത്തിലേക്ക് എന്റെ ദൈവം ചിലരെ നയിക്കുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. അവിടെ ഞാൻ നിൽക്കുന്നില്ല. പ്രവാചകന്റെ അഭിഷേകത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിലേക്ക് ദൈവം കൊണ്ടുപോകും. അതിനെ വിളിക്കുന്നതാണ് രാജകീയ അഭിഷേകം. നാഥാൻ പ്രവാചകനോ ഏത് പ്രവാചകന്മാരാണെങ്കിലും, ഈവൻ ഏലിയ പ്രവാചകനായിരുന്നെങ്കിലും രാജാവിന്റെ മുൻപിൽ അവിടെ വന്ന് നിൽക്കേണ്ടി വന്നു, രാജാവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വന്നു. രാജകീയ അഭിഷേകം അടുത്തൊരു ലെവലാണ്. രാജകീയ അഭിഷേകം എന്നാൽ എന്താണ്? ഇഫ് യു റിമെമ്പർ, പാസ്റ്റർ ക്രിസ് കഴിഞ്ഞ ദിവസം ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗ്രേറ്റ്നെസ്, ഉയർച്ചയും അനുഗ്രഹവും താല്പര്യമുണ്ടെങ്കിൽ താൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 4 വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. എനിക്ക് തോന്നുന്നത് എൻ്റെ മണിക്കൂറുകൾ മെഡിറ്റേഷനായി ആവശ്യമുള്ള ഒറ്റ വാക്ക് അവിടെ നിന്ന് വരുവാനിടയായി തീർന്നു.
ഞാൻ പറഞ്ഞ ആശയം ഇങ്ങനെയാണ്: നമ്മൾ എത്ര സമയം പ്രാർത്ഥിച്ചെന്നല്ല, പകരം ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. ഞാൻ ആ ഒറ്റ വിഷയത്തിൽ പ്രാർത്ഥിച്ചു. അനേക കാര്യങ്ങൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി. ഞാൻ അവിടെ നിൽക്കുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനനുസരിച്ച്, നമ്മുടെ ബന്ധത്തിനനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകൾ മാറുവാനിടയായിത്തീരും. രണ്ട്, താൻ പറഞ്ഞു, യുവർ മെസ്സേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സന്ദേശത്തിന് വലിയ സ്ഥാനമുണ്ട്. അവിടെയും നിൽക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം താൻ പറഞ്ഞു, യുവർ ഓർഗനൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ക്രമീകരണങ്ങൾ നിങ്ങൾ എങ്ങനെ വരുത്തും? നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹൗ ഡു യു ഓർഗനൈസ്? എനിക്ക് പ്രസംഗിച്ചാൽ മാത്രം മതി, എനിക്ക് കൃപാവരങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രം മതി, അതിൻ്റെ അളവിന് വർധനവുണ്ടാകണം. പകരം ആ കർത്താവിന്റെ ദാസൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: യുവർ ഓർഗനൈസേഷൻ മേക്സ് എ ഹോൾ വേൾഡ് ഓഫ് ഡിഫറൻസ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ നന്നായി കൊണ്ടുപോകുവാൻ സാധിക്കുമെങ്കിൽ, നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയുടെ അളവ് വർദ്ധിച്ചിരിക്കും. ഒടുവിൽ താൻ പറഞ്ഞു, യുവർ അഡ്മിനിസ്ട്രേഷൻ. ഈ ഓർഗനൈസേഷൻ എന്നുള്ള വാക്കിൽ ഞാൻ പറയട്ടെ, രാജകീയമായ ഒരു അഭിഷേകം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ ബിൽഡപ്പ് ചെയ്യുവാനുള്ള ഒരു കഴിവും ജ്ഞാനവും കൃപയും റിസോഴ്സസ് സാധ്യതകളും ദൈവം ആ അഭിഷേകത്തോട് കൂടെ പകർന്നിരിക്കും. നമ്മുടെ സഭയ്ക്കകത്ത് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഓർഗനൈസേഷൻ ഉണ്ട്. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ വ്യക്തികൾ മാന്യതയും റെസ്പെക്റ്റും ഒക്കെയും അർഹിക്കുന്നവർക്ക് അതിന് തക്കതായ സ്ഥാനങ്ങൾ, മാനങ്ങളൊക്കെ കൊടുത്ത് ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യുവാൻ ദൈവം കൊടുത്ത ജ്ഞാനമുള്ള ആൾക്കാർ സഭയ്ക്കകത്തുള്ളത് കൊണ്ട് സഭയ്ക്കകത്തെ ഓർഗനൈസേഷൻ നന്നായി നടക്കുന്നു. രാജകീയ അഭിഷേകം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യുവാൻ സാധിക്കും. ശൗലിന്റെ ഓർഗനൈസേഷനേക്കാൾ എത്രയോ അധികം ദാവീദിന്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യുവാൻ രാജാവിനെ കൊണ്ട് സാധിച്ചു. രാജകീയമായ ഒരു അഭിഷേകം ദാവീദിന്റെ മേൽ വന്നു. എങ്കിലും രാജകീയമായ അഭിഷേകം വന്ന ദാവീദിന്റെ രാജ്യം ബിൽഡപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ അറിവിന് വേണ്ടി പറയട്ടെ, ആ രാജാവ്, ദാവീദ് രാജാവ് ബിൽഡപ്പ് ചെയ്ത് വന്ന ഓർഗനൈസേഷനിൽ ജുഡീഷ്യറി, ന്യായാധിപന്മാരില്ലാതായി പോയി. ശമൂവേൽ പ്രവാചകൻ ന്യായാധിപനായിരുന്നു. തന്റെ കാലം കഴിഞ്ഞു. രാജാവിന്റെ അഭിഷേകത്തിലേക്ക്, രാജകീയ സ്ഥാനത്തേക്ക് ശൗലും അതിനുശേഷം ദാവീദും വന്നു കഴിഞ്ഞപ്പോൾ ജുഡീഷ്യറി ഇല്ല. രണ്ടുപേർ വന്നു, ഒരു കാര്യം പറഞ്ഞു, രണ്ടുപേരുടെ കാര്യം കേൾക്കുവാൻ ആർക്കും സമയമില്ല. രാജാവ് വിധിച്ചു, കാര്യം കഴിഞ്ഞു. രണ്ടുപേരുടെ വാക്കുകൾ കേൾക്കുവാൻ ആർക്കും സമയമില്ല. ആ ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്ത് വന്നപ്പോൾ, രാജ്യം ബിൽഡപ്പ് ചെയ്ത് വന്നപ്പോൾ, രാജകീയ അഭിഷേകം പ്രാപിച്ച ദാവീദ് രാജാവിന് കഴിയാതെ പോയ ഒരു ചെറിയ സംഗതിയായിരുന്നു, അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം സെറ്റപ്പ് ചെയ്തില്ല. എന്തു സംഭവിച്ചു? അബ്ശാലോം എഴുന്നേറ്റു. അബ്ശാലോം രാജ്യത്തിലുള്ള വീക്ക്നെസ്, അതിന്റെ ബലഹീനത കണ്ടുപിടിച്ച് പറഞ്ഞു, ഈ രാജ്യത്ത് എല്ലാവരുടെയും വശം കേൾക്കുവാൻ ആരുമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ന്യായം വിധിക്കാം. അവിടെ രാജാവിന്റെ ഒരു വീക്ക്നെസ്സിൽ കൂടെ താൻ ഒരു വലിയ കോളിളക്കം സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ഇതിന്റെ അകത്തിരിക്കുന്ന ചിലർ ദൈവരാജ്യം കെട്ടിപ്പണിയുവാൻ, പണിതുയർത്തുവാൻ രാജകീയ അഭിഷേകം പ്രാപിച്ച ചിലർ ഇതിന്റെ അകത്തു എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ചിലർ ആ അഭിഷേകം സ്വീകരിക്കട്ടെ. ഞാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ ചിലരുടെ അകത്തേക്ക് ഒരു പ്രവാചകന്റെ ആത്മാവും മാത്രമല്ല, ഒരു രാജകീയ അഭിഷേകവും ദൈവം വ്യാപരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബെഥേലേജിയിൽ അത് എസ്റ്റാബ്ലിഷ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, രാജകീയമായ ഒരു അഭിഷേകം കർത്താവ് ഞങ്ങൾക്ക് തരണം. പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. 2 അഭിഷേകങ്ങൾ കൂടെയെങ്കിലും പറയുവാനുണ്ട്. ഇത് ഞാൻ കോരേഷിന്റെ അഭിഷേകത്തിലായിരിക്കും നിൽക്കുന്നത്. രാജകീയമായ അഭിഷേകത്തിന്റെ അടുത്ത ലെവലിലോട്ട് വരുമ്പോൾ ഒരു കോരേഷിന്റെ അഭിഷേകമുണ്ട്. ഓർക്കുന്നവർ, കഴിഞ്ഞ 2013 ഡിസംബർ 31 ഇവിടെ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് തൊടുവാനിടയായി തീർന്നു. ഇന്നും അതിനെക്കുറിച്ചായിരിക്കും ഏറ്റവും അധികം സമയം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. കോരേഷിന്റെ അഭിഷേകം. നമ്മളിൽ പലരും അഗ്നി അഭിഷേകത്തിൽ നിന്നുപോയി. ചിലർ പ്രവാചകന്റെ അഭിഷേകത്തെ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ കയറി ടച്ച് ചെയ്തു. എങ്കിൽ ഞാൻ പറയട്ടെ, അടുത്ത ലെവലുകളിലേക്ക് ദൈവം സഭയെയും സഭയ്ക്കകത്തുള്ള ദൈവദാസന്മാരെയും ഉയർത്തുവാൻ, വെളിപ്പാടോടുകൂടി അഭിഷേകത്തോടുകൂടി ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പ്രവചനിക ആത്മാവ് മാത്രമല്ല, പ്രവാചകന്റെ അഭിഷേകം മാത്രമല്ല, പകരം രാജകീയ അഭിഷേകവും മാത്രമല്ല, ചിലരെ കോരേഷിന്റെ ഒരു അഭിഷേകത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവം ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒടുവിലായി ഒരു അഭിഷേകമുണ്ട്, മിംഷേക്ക് അഭിഷേകം. അഗൈൻ പാസ്റ്റർ ക്രിസ് അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നു. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതിനെക്കുറിച്ച് ഞാൻ തൊടുന്നില്ല. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ കിടപ്പുണ്ട് മിംഷേക്ക് അഭിഷേകം. എബ്രായ ഭാഷയിൽ കിടക്കുന്ന വാക്കാണ് മിംഷേക്ക്. ആ വാക്കിന്റെ അർത്ഥം പടരുവാൻ. ലൂസിഫറിന് ലഭിച്ച അഭിഷേകം അതായിരുന്നു. നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അഗ്നിമയമായ ആ അവസ്ഥയിൽ ദൈവത്തെ ഏറ്റവും മഹത്വത്തിൽ ആരാധിച്ചപ്പോൾ, ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ദൈവം നിന്നെ കണ്ടപ്പോൾ നിനക്ക് തന്ന ഒരു അഭിഷേകമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മിംഷേക്ക് അഭിഷേകം.
അതേ അഭിഷേകം ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു അഭിഷക്തനായവൻ ആ അഭിഷേകത്തിന് യോഗ്യനാണ്. അവൻ അത് പ്രാപിച്ചു കഴിഞ്ഞു. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങോട്ട് ഞാൻ വരുന്നില്ല. എങ്കിലും കോരേഷിന്റെ അഭിഷേകത്തെക്കുറിച്ച് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുക. കാര്യം രാജകീയ അഭിഷേകത്തെക്കാൾ ഒരു പടി കടന്നതാണ്, അതിനേക്കാൾ ഉയർന്നതാണ് കോരേഷിന്റെ അഭിഷേകം. കോരേഷ് ഒരു രാജാവായിരുന്നു. പക്ഷേ കോരേഷ് രാജാവ് സാധാരണ രാജാക്കളെക്കാൾ അധികം ഒരു പ്രധാനപ്പെട്ട അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം തന്നിലേക്ക് നടന്നതിനാൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞ് ഇന്ന് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം സഭ ഓർപ്പിക്കട്ടെ, അഗ്നി അഭിഷേകം പ്രാപിച്ചവർ ഇതിൻ്റെ അകത്തുണ്ട്. അവരുടെ കരങ്ങൾ ഞാനൊന്ന് കാണട്ടെ. ഗുഡ്, കമോൺ, ഇത്രയും പേരേ ഉള്ളൂ അഗ്നി അഭിഷേകം പ്രാപിച്ചവർ. Can I see your hands? Oh my goodness, അന്യഭാഷ സംസാരിക്കുന്ന എത്ര പേരുണ്ട്? Can I see your hands? Praise the Lord, praise the Lord, praise the Lord. I'm shocked. ഞാൻ ഓർത്ത് 90% കാണുമെന്ന്. അത്രയും ഇല്ല. ഇതിൻ്റെ അകത്ത് അന്യഭാഷ അടയാളത്തോടുകൂടി അഭിഷേകം പ്രാപിക്കാത്ത എല്ലാവരും ഈ ദിവസങ്ങളിൽ അന്യഭാഷ അടയാളത്തോടുകൂടി അഭിഷേകം പ്രാപിക്കുവാൻ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വരുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ കർത്താവെ അഗ്നി അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അന്യഭാഷ അടയാളത്തോടുകൂടി കർത്താവെ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാൻ തൊടുന്ന രോഗികൾ സൗഖ്യമാകുവാൻ, ഞാൻ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ എൻ്റെ അകത്തേക്ക് അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവരും ഇതിൻ്റെ അകത്തായിരിക്കണം. അങ്ങനെ വന്നവർ അടുത്തൊരു ലെവലിലേക്ക് ഉയരുന്നവർ ശുശ്രൂഷകന്മാർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രവചന ശുശ്രൂഷ, പ്രാവചനികമായ വാക്കുകൾ സംസാരിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഇതിൻ്റെ അകത്തുണ്ട്. അവർ അടുത്ത ലെവലിലേക്ക് രാജകീയമായ ഒരു അഭിഷേകത്തിലേക്ക് വരണം. ഇന്ന് ഞാൻ പറയുന്നത് വൃഥാവായിട്ടല്ല പറയുന്നത്. ചിലരെ ഒരു കോരേഷ് അഭിഷേകത്തിലേക്ക് ദൈവം നടത്തും. അത് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചൊരു ആലോചനയാണ് ഇന്ന് ഇവിടെ തരുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, കോരേഷിന്റെ അഭിഷേകം പ്രാപിച്ചതുപോലെ ഈ സഭയ്ക്കകത്തുനിന്ന് എൻ്റെ ദൈവം ചിലതിനെ ഏൽപ്പിച്ചിരിക്കും. എത്ര പേർ അത് പ്രാപിക്കാൻ തയ്യാറാണ്? ആ ഉയർന്നിരിക്കുന്ന കരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആ ഉയർന്നിരിക്കുന്ന കരങ്ങൾക്കായി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മാത്രമല്ല, എവിടെയെങ്കിലും കരങ്ങൾ ഉയർത്തി എന്നെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടെങ്കിൽ ആ വിളിയും തിരഞ്ഞെടുപ്പുമുള്ള ചിലരുടെ മേൽ ആ കോരേഷിന്റെ അഭിഷേകം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനായി ഹൃദയങ്ങളെ ഒരുക്കുവാൻ, വെളിപ്പാട് പ്രാപിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്, ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ ഒരു അഭിഷേകത്തിനായി തുടർന്ന് അങ്ങയുടെ വചനത്തിൽ നിന്നും ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു അഭിഷേകത്തിനായി ചിലരുടെ കരങ്ങളെ കയറി പിടിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ചിലരുടെ മേൽ ദൃഷ്ടി വെക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലരെ അതിനായി ഒരുക്കണം. ഒരുങ്ങിയിരിക്കുന്ന ചിലരെ ഇന്ന് അഭിഷേകത്താൽ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ഓൾറൈറ്റ്, കോരേഷിന്റെ അഭിഷേകത്തെ കുറിച്ച് ചിന്തിക്കുവാനായി യെശയ്യാ പ്രവചനം 45 അധ്യായം 3 വാക്യങ്ങളായിരിക്കും നമ്മൾ വായിക്കുന്നത്. യെശയ്യാ പ്രവചനം 45 അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ വായിച്ചിട്ട് ബൈബിൾ നമ്മൾ പിന്നെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ആ 3 വാക്യങ്ങളിൽ നിന്നും ചില ആശയങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾ വായിച്ചു നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സമയങ്ങളിൽ അത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിച്ച് അങ്ങനെ ഒരു അഭിഷേകത്തിനായി ഒരുങ്ങണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പക്ഷേ നമ്മൾ വായിച്ചു കേട്ട ഈ ആശയങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. ഐ നീഡ് സംബഡീസ് ഹെൽപ്പ്. ഫുൾ കം. ശരി, കഴിഞ്ഞ 31-ാം തീയതി ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഇതിനകത്ത് പലരും ഇല്ലായിരുന്നു. സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആരും ഇല്ലായിരുന്നു. അന്ന് ഒരു ഇല്ലസ്ട്രേഷൻ, യു ആർ ദേർ റൈറ്റ്, ഞാൻ അന്ന് കാണിച്ചപ്പോൾ വിൽ ഹാവ് ടു ഗോ ദേർ. കാര്യം മിക്കവാറും എല്ലാവർക്കും കാണത്തില്ല, പുറകെ ഇരിക്കുന്നവർ കാണത്തില്ല. സോ വി മേ ഹാവ് ടു ഷോ ഇറ്റ്. ഇവിടെ പറയുകയാണ്, കോരേഷേ, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. ഐ ഹാവ് ഹോൾഡൻ യു ബൈ യുവർ റൈറ്റ് ഹാൻഡ്. വലം കൈ പിടിക്കുക എന്ന് പറയുമ്പോൾ പല രീതിയിൽ അത് മനസ്സിലാക്കി. ഇത് ഡയറക്റ്റ്ലി കാണാൻ വയ്യാത്തവർ സ്ക്രീൻസിൽ നോക്കിയാൽ നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കും. പല രീതിയിൽ വലം കൈ പിടിക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ രീതിയിൽ കാണുന്നത് ഷെയ്ക്ക് ഹാൻഡ്, ഷെയ്ക്ക് ഹാൻഡ്, ഒരു കോൺവെർസേഷൻ. സൂം ഇൻ ടു ദിസ് പ്ലീസ്. ഒരു കോൺവെർസേഷൻ, ഒരു സംസാരത്തിനായി. ആ സമയത്ത് വാഗ്ദത്തങ്ങൾ പറയും, ദൂതുകൾ വരും, ഞാൻ നിന്നെ അവിടെ അയക്കും, ഇവിടെ അയക്കും, നിനക്ക് വലിയ ശുശ്രൂഷകൾ തരും. വലം കൈ പിടിച്ചിരിക്കുക, പക്ഷേ പ്രൊഡക്റ്റീവായി ഒന്നും നടക്കുന്നില്ല. താങ്ക് യു.
പ്രൊഡക്റ്റീവായി ഒന്നും നടക്കുന്നില്ല. വാഗ്ദത്തങ്ങൾ മാത്രം. ഇവിടെ ഇരിക്കുന്ന പലരും വാഗ്ദത്തങ്ങൾ മാത്രം കേട്ടവരാ. വാഗ്ദത്തങ്ങൾ വാസ്തവമായി കയ്യിൽ വരാത്തവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു കോരേഷിന്റെ അഭിഷേകം ആവശ്യമാണ്. കാര്യം ഇറ്റ്സ് ജസ്റ്റ് എ ഷേക്ക് ഹാൻഡ്, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു പ്രോമിസ്, ഒരു കോൺവെർസേഷൻ, ഒരു അക്വൈൻറ്റൻസ്, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് മാത്രം കൈമാറുന്ന ഒരു ഹാൻഡ് ഷേക്ക്. പക്ഷേ ഇതല്ല കോരേഷിന്റെ അഭിഷേകം. കോരേഷിന്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ അവിടെ നിന്ന് സംസാരിക്കുകയല്ലാതെ മറ്റൊന്നും നടക്കത്തില്ല. എനിക്ക് അങ്ങോട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇറ്റ്സ് വെരി ഓക്വേർഡ്. പക്ഷേ കോരേഷിനെ കുറിച്ച് പറയുന്നു, നിന്റെ വലം കൈ പിടിച്ചെന്ന് മാത്രമല്ല, നിന്റെ മുൻപിൽ ഞാൻ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഒരർത്ഥം, വലം കൈ പിടിച്ചത് ദൈവത്തിന്റെ വലം കൈ കൊണ്ടല്ല, പകരം മുൻപിൽ കടന്നു പോകണമെങ്കിൽ ദൈവത്തിന്റെ ഇടം കൈ, ലെഫ്റ്റ് ഹാൻഡ്, ഇതാ കോരേഷിന്റെ റൈറ്റ് ഹാൻഡ് പിടിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ മുൻപിൽ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ്? ചിലരുടെ വലം കൈ ദൈവത്തിന്റെ കരം പിടിക്കുവാൻ പോകുകയാണ്. കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വലം കൈ എന്നുള്ളത് ഇറ്റ്സ് ദ ഹാൻഡ് ഓഫ് മൈറ്റ് ആൻഡ് പവർ. ശക്തിയുടെ കരമാണ് ദൈവത്തിന്റെ വലം കരം. നിന്റെ വലം കരം വീര്യകാര്യങ്ങൾ, നിന്റെ വലത്തെ വലഭുജം വീര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ വലം കൈ ഇതുവരെ എൻഗേജ് ആയിരുന്നു, വാഗ്ദത്തങ്ങൾ പറയുകയായിരുന്നു. ഇപ്പോൾ പറയുക, കോരേഷിന്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ ഇനിയും വാഗ്ദത്തങ്ങളല്ല, വാഗ്ദത്തങ്ങൾ ചെയ്തെടുക്കുവാൻ ആ ഭുജം ഒന്ന് വെളിപ്പെട്ടു വരുവാൻ ആ ഭുജം ഞാൻ റിലീസ് ചെയ്തിട്ട് പകരം എൻ്റെ ഇടം കൈ കൊണ്ട് നിന്റെ വലം കൈ പിടിച്ചിരിക്കുക. എങ്കിൽ എൻ്റെ വലം കൈ നിനക്കായി ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുക. എൻ്റെ വലം കൈ നിനക്കായി ചില പ്രവൃത്തികൾ ചെയ്യുവാൻ പോകുക. എൻ്റെ വലം കൈ റിലീസായി കഴിഞ്ഞു. കാര്യം എന്താണ്? നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില വീര്യപ്രവർത്തികൾ, ചില ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന എൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ എൻ്റെ വലം കൈ ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാഗ്ദത്തങ്ങളല്ല, ഇനി നിനക്ക് തൂതുകളല്ല, ഇനി നിനക്ക് എൻ്റെ പ്രവൃത്തികൾ വാസ്തവമായി കയ്യിൽ വെളിപ്പെട്ടു വരുന്നത് പോലെ, വാസ്തവമായി ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് പോലെ എന്റെ വലം കൈ നിനക്കായി പ്രവർത്തിക്കുവാൻ പോകുകയാണ്. അവിടെ ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വലം കൈ ഇങ്ങനെ പിടിച്ചെങ്കിൽ ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ്. അതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പാർട്ട്ണർഷിപ്പിനേക്കാൾ ഉപരി സ്പോൺസർഷിപ്പ്. കർത്താവ് കയറി മുറുകെ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ യു നോ വാട്ട്, എനിക്ക് വിട്ടേച്ച് പോകണമെങ്കിൽ കുടഞ്ഞു കളയാം. എനിക്കിപ്പോൾ സൗകര്യമില്ല, എനിക്ക് അങ്ങോട്ട് പോകണം, കർത്താവ് എന്നെ വിടുന്നുമില്ല. ഇങ്ങനെ ആകുമ്പോൾ ദാറ്റ്സ് എ 50% ചോയ്സ്. എനിക്ക് പറയാം, എന്നെ വിട, എനിക്ക് പോകണം, ഐ ക്യാൻ റിലീസ് മൈ സെൽഫ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിനേക്കാൾ ഉപരി ദൈവം പറയുക, ഇല്ല, നിർബന്ധത്താൽ എന്നതുപോലെ ഞാൻ നിന്നെ പിടിച്ചിരിക്കുക, ഇനിയും ഞാൻ നിന്നെ വിടത്തില്ല. എൻ്റെ പിടി നിന്റെ മേൽ മുറുകിക്കഴിഞ്ഞ് കോരേഷേ, ഇനിയും എനിക്ക് നിന്നെ വിടുവാൻ സാധിക്കുകയില്ല. ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. നിനക്ക് വിട്ടേച്ച് പോകണം എന്ന് താല്പര്യമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അതിനനുസരിച്ച് വന്നാലും ഞാൻ നിന്നെ വിടുകയില്ല. കാര്യം എൻ്റെ വലം കൈ നിന്നെ പിടിച്ചു കഴിഞ്ഞു. എൻ്റെ കൈ നിന്റെ വലം കരത്തെ പിടിച്ചു കഴിഞ്ഞു. എൻ്റെ കൈ നിന്റെ വലം കരത്തെ പിടിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് ഊരിപ്പോകുവാൻ സാധിക്കുകയില്ല. ആ കോരേഷിന്റെ അഭിഷേകം ചിലരുടെ മേൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നമുണ്ട്. ഈ കയ്യിലാണ്, ഫോർ എക്സാമ്പിൾ, കെൻ യു ഷോ മീ സംതിങ്? കയ്യിൽ ഒരു ചീപ്പും ഒരു കണ്ണാടിയും ഉണ്ടെന്നിരിക്കട്ടെ. ഹൗ വിൽ യു കോംബ് യുവർ ഹെയർ? കണ്ണാടി അങ്ങനെ വെച്ച് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കണ്ണാടി പിടിക്കും, റൈറ്റ്, ആൻഡ് റൈറ്റ് കൈ കൊണ്ട് ചീകും, റൈറ്റ്. അങ്ങനെ ആണെങ്കിൽ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് വലം കൈ. ഒരു പ്ലേറ്റിൻ്റെ അകത്ത് ആഹാരം വെച്ചു ഫോർക്കും സ്പൂണും വെച്ച് കഴിക്കുകയാണെങ്കിൽ ഫോർക്കും കൊണ്ട് ആഹാരത്തെ പിടിക്കും, വലം കൈ കൊണ്ട് കട്ട് ചെയ്യും, റൈറ്റ്? ശരിയാണല്ലോ. ഒരു വാളും പരിചയമുണ്ടെങ്കിൽ വലം കൈ കൊണ്ട് വാള് പിടിക്കും, ഇടം കൈ കൊണ്ട് പരിച പിടിക്കും. കാര്യം എന്താണ്? ആക്ടിവിറ്റി, പ്രവർത്തനം വലം കരം കൊണ്ടാണ്. ലെഫ്റ്റ് കൈ കൊണ്ട് അതല്ല, മറ്റു ചിലതാ ചെയ്യുന്നത്. ദൈവം പറയുക, നിന്റെ വലം കൈ ഞാൻ പിടിച്ചു, ഇനി നിനക്ക് ചീപ്പും കത്തിയും വാളും ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. നിന്റെ പ്രൊഡക്ടിവിറ്റി ഞാൻ അങ്ങ് സീസ് ചെയ്തു. ഇനി നിനക്കായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. കാര്യം നിന്റെ വലം കരം എൻ്റെ കയ്യിലായിപ്പോയി. നിനക്ക് ഇനിയും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. പകരം എൻ്റെ വലം കൈ നിനക്കായി വാള് പിടിക്കുന്ന കരം, യുദ്ധം ചെയ്യുന്ന കരം, വീര്യങ്ങൾ പ്രവർത്തിക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന എൻ്റെ കരം ഞാൻ നിനക്കായിട്ടൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞു. നിന്റെ വലം കൈ എൻ്റെ കയ്യിലായി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ അർത്ഥം ലെഫ്റ്റ് ഹാൻഡ് ഫ്രീ ആയിട്ട് വിടാൻ പറ്റുമെന്നുമല്ല. കാര്യം ഞാൻ ചിലതൊക്കെ ചെയ്യുവാൻ പോകുകയാണ്. നിന്റെ മുൻപിൽ പോയി ചിലതൊക്കെ തകർത്ത്, ചിലതൊക്കെ ഉടച്ച്, ചിലതൊക്കെ പിടിച്ച്,
ഇരുട്ടിലെ നിക്ഷേപങ്ങളും ഗുപ്തസ്ഥലത്തിലെ നിധികളും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. വലം കൈ കൊണ്ട് പിടിക്കാൻ സാധിക്കത്തില്ല, പക്ഷേ നിന്റെ ഇടം കൈ മാറ്റിവെച്ചാൽ, പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരുന്നാൽ നിനക്കൊന്നും സാധിക്കത്തുമില്ല. നീ ചെയ്യേണ്ടത് നീ ചെയ്യണം, പക്ഷേ നീ ചെയ്യേണ്ടത് വലിയ കാര്യങ്ങളല്ല. നിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിന്നെ അഭ്യസിപ്പിക്കും, ഞാൻ നിന്നെ ശീലിപ്പിക്കും. നിന്റെ കയ്യിൽ തരുന്നത് നീ അങ്ങ് വിശ്വസ്തയോടെ പിടിച്ചാൽ മതി. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്റ്റിവാർഡ്ഷിപ്പ്, ഗൃഹവിചാരകത്വം നീ അങ്ങ് സൂക്ഷിച്ചാൽ മതി. എൻ്റെ കരം നിനക്കായി ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലരെ എൻ്റെ ദൈവം ഒരു കോരേഷിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുമോ, കർത്താവേ അഗ്നി അഭിഷേകത്തിനായി സ്തോത്രം. അതേ കർത്താവേ, പ്രവാചകന്റെ അഭിഷേകം എൻ്റെ മേൽ പകർന്നിരിക്കുകയാൽ സ്തോത്രം. പ്രവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അതേ കർത്താവേ, രാജകീയമായ അഭിഷേകം എനിക്ക് തരുന്നതിനാൽ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, കോരേഷിന്റെ മേൽ പകർന്ന ഒരു അഭിഷേകം പോലെ എൻ്റെ മേൽ ഒരു അഭിഷേകം വേണം. ആ അഭിഷേകം കോരേഷിന് മാത്രമല്ല ലഭിച്ചത്. ഹാങ് ഓൺ, ഡോണ്ട് ഗോ, കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ആ അഭിഷേകം കോരേഷിന് മാത്രമല്ല ലഭിച്ചത്, ദാവീദിന് അതിൻ്റെ ഒരു ഭാഗം ലഭിച്ചു. ശലോമോന് അതിൻ്റെ ഒരു ഭാഗം ലഭിച്ചു. അനേകർക്ക് കോരേഷ് അഭിഷേകം എന്ന് ഞാൻ ആ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു വാക്ക് ബൈബിളിലില്ല. ഞാൻ എൻ്റെ ആശയം പറയുവാനായിട്ട് ആ ഒരു വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ. പക്ഷേ ആ തരത്തിലുള്ള ഒരു അഭിഷേകം സഭയ്ക്കകത്തുള്ള ചിലരെ എനിക്ക് ആത്മാവിൽ കാണുവാൻ സാധിക്കുന്നു. നിങ്ങളൊന്നും ചെയ്യേണ്ട, പക്ഷേ നിങ്ങൾ നടക്കുന്നിടത്ത് ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്ത്, ദൈവം നിങ്ങളുടെ മുൻപിൽ വാതിലുകളെ തുറന്ന്, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തതുപോലെ ചില വാതിലുകൾ, ചില യാത്രകൾ, ചില സാധ്യതകൾ നിങ്ങളുടെ മുൻപിൽ തുറന്ന്, ചില അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ തുറന്ന്, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്നത് പോലെ എൻ്റെ ദൈവം ചിലരെ കോരേഷിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും, കർത്താവ് ഇതെങ്ങനെ സംഭവിച്ചു? How did this happened? ഇന്ന് ആ ഒരു അഭിഷേകത്തിനായി ദൈവം ചിലരെ റിലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു നിമിഷം കൂടെ ഒന്ന് വലം കരം ഉയർത്താം. എൻ്റെ സമയം അങ്ങ് പെട്ടെന്ന് പോകുന്നത് കൊണ്ട് ഒരു നിമിഷം വലം കരം ഒന്ന് ഉയർത്താം. എവ്രി വൺ, കർത്താവേ, ഞങ്ങൾ കോരേഷിന്റെ അഭിഷേകം എന്നതുപോലെ ദൈവികമായ ഒരു അഭിഷേകത്തിന് അടുത്ത ലെവലിലേക്ക് വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ രാജകീയമായ ഒരു അഭിഷേകം, രാജകീയ പുരോഹിത വർഗമായി ഞങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാൻ, തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിരീകരണം, തെരഞ്ഞെടുപ്പിൻ്റെ ഉറപ്പ്, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അഭിഷേകം, തിരഞ്ഞെടുപ്പിൽ മാത്രം നിൽക്കുവാനല്ല, രാജകീയ പുരോഹിത വർഗമായി ഞങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കാം. കർത്താവെ, അഗ്നി അഭിഷേകം കൊണ്ട് നിൽക്കുവാനല്ല, അതേ കർത്താവെ, പ്രവാചകന്റെ അഭിഷേകം കൊണ്ട് നിൽക്കുവാനല്ല, അടുത്ത ലെവലിലേക്ക് രാജകീയ അഭിഷേകത്തിലേക്ക് കടക്കുവാൻ. അങ്ങനെ രാജകീയ അഭിഷേകത്തിലേക്ക് കടന്ന ചിലരുടെ മുൻപിൽ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിച്ച് അവരുടെ മുൻപിലുള്ള ആയുധങ്ങളെ മാറ്റി, എൻ്റെ ദൈവമേ, എന്ന് പകൽക്കാലം രാജ്യങ്ങൾ കീഴടക്കുന്ന ഒരു കോരേഷിന്റെ അഭിഷേകത്തെ ഞങ്ങളുടെ മുൻപിൽ തരണമേ എന്ന് സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന അനേകർ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണല്ലോ. അതെ, എനിക്കറിയാം, ആത്മാവിൽ ഞാൻ കാണുകയാണ്. എൻ്റെ മുൻപിൽ യാതൊരു സാധ്യതയുമില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചിലതിനോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ കഴിവിലല്ല, നിന്റെ മുൻപിൽ കാണുന്ന സാധ്യതയിലല്ല, പകരം എനിക്ക് ചിലതൊക്കെ ചെയ്തെടുക്കുവാനുണ്ട്. അത് നീ നിമിത്തമല്ല, എൻ്റെ നാമം നിമിത്തം. നീ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കാഴ്ചപ്പാടുകളൊന്ന് മാറട്ടെ, നിന്റെ ദർശനം ഒന്ന് മാറട്ടെ, നിന്റെ പ്രാർത്ഥനാ ശൈലി ഒന്ന് മാറട്ടെ. നീ ദൃഷ്ടി വെക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് നിന്റെ ദൃഷ്ടി ഒന്ന് മാറ്റ, പകരം ദൈവത്തിലേക്ക് നിന്റെ ദൃഷ്ടി ഒന്ന് മാറ്റ. നീ നോക്കുന്ന വ്യക്തികളിൽ നിന്നും നിന്റെ ദൃഷ്ടി എടുത്തു മാറ്റി, കർത്താവേ, ആ കോരേഷിന്റെ അഭിഷേകം എനിക്ക് ആവശ്യമാണ്. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കുവാൻ, ജാതികളെ നേടുവാൻ, രാജ്യങ്ങളെ നേടുവാൻ കോരേഷിന്റെ അഭിഷേകം എനിക്ക് ആവശ്യമാണ് എന്ന് ആലറി കരയുന്ന ചിലരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കോരേഷിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ, അതിനായി ഒരുക്കപ്പെട്ട ചിലരിലേക്ക് ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹർമനാശിയാദൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കേണ്ടതുണ്ടല്ലോ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. താങ്ക് യു ലോർഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം. ഇവൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരും, മാത്രമല്ല ടെലിവിഷൻ സെറ്റിൻ്റെ മുൻപിലായിരിക്കുന്നവർ, ഇഫ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ്, ഇഫ് യു ആർ എ സ്പെക്ടേറ്റർ, സ്റ്റേ കംഫർട്ടബിൾ. നിങ്ങൾ കാഴ്ചക്കാരായിരിക്കുക എന്നെങ്കിൽ റിമെയിൻ സീറ്റഡ്. അതല്ല, നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ വേറെ വയ്യോ, വെബ്കാസ്റ്റിൽ കൂടെ കാണുന്നവർ, ടെലിവിഷനിൽ കൂടെ കാണുന്നവർ, ഇഫ് യു ആർ എ പാർട്ടിസിപ്പൻറ്റ്, നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ സ്റ്റാൻഡ് അപ്പ്. നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ പോകുക. ആദ്യം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ വലം കരം പിടിച്ച്
വാഗ്ദത്തങ്ങൾ വാസ്തവമായി കയ്യിൽ വരത്തക്കതുപോലെ. ഞങ്ങളുടെ പ്രയത്നം കൊണ്ടല്ല, ഞങ്ങൾ വാള് പിടിച്ചതും കൊണ്ടല്ല, ഞങ്ങൾ ബട്ടൺ പ്രസ് ചെയ്തത് കൊണ്ടല്ല, ഞങ്ങൾ അധ്വാനിച്ചത് കൊണ്ടല്ല, ഞങ്ങളുടെ വലം കരം ഒന്നും പ്രവർത്തിച്ചത് കൊണ്ടല്ല, പകരം ഞങ്ങളുടെ വലം കരം കർത്താവിൻ്റെ കരത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഒക്കെയും അത് നിഷ്ഫലമായി എന്ന് ഞങ്ങൾക്ക് തോന്നിയാലും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നൊരു വാതിൽ ഞങ്ങളുടെ മുൻപിൽ തുറന്നു വരുവാൻ, ഇരുളിലെ നിക്ഷേപങ്ങൾ ഞങ്ങളുടെ കയ്യിൽ വരുവാൻ, ഗുപ്തസ്ഥലത്തെ നിധികൾ ഞങ്ങളുടെ കയ്യിൽ വരത്തക്കതുപോലെ, ജാതികളുടെ സമ്പത്ത് ദൈവരാജ്യത്തിലേക്ക് ദൈവസഭയിലേക്ക് വരത്തക്കതുപോലെ, അതേ കർത്താവേ ആത്മാക്കളുടെ ഒഴുക്ക് ദൈവരാജ്യത്തിലേക്കും ദൈവസഭയിലേക്കും വരത്തക്കതുപോലെ, ജാതികൾ ദൈവരാജ്യത്തിലേക്ക് വരത്തക്കതുപോലെ ഒരു കോരേഷിന്റെ അഭിഷേകത്താൽ ദൈവദാസന്മാരെ ദൈവദാസിമാരെ അതേ കർത്താവ് ഒരുക്കപ്പെട്ട ചിലരെ കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കോരേഷിന്റെ അഭിഷേകത്തിനായി ഒരുക്കണം, അതിനാൽ നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതേസമയം രോഗസൗഖ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഇതിൻ്റെ അകത്തും ഇന്ന് എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവരിൽ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരങ്ങളിലേക്ക്, അവരുടെ സാഹചര്യങ്ങളിലേക്ക്, അവരുടെ ആരോഗ്യത്തിലേക്ക്, അവരുടെ ബന്ധങ്ങളിലേക്ക്, അവരുടെ സാമ്പത്തിക മണ്ഡലങ്ങളിലേക്ക് ഒക്കെയും ഒരു സൗഖ്യത്തിൻ്റെ വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. താങ്ക് യു ലോർഡ്. ഇവിടെ ഒരു ഭയങ്കര ആത്മീയ ശക്തിയുടെ ഒരു വ്യാപാരം അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ശരീരങ്ങളിലേക്ക് രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, ചില വ്യക്തികളിലേക്ക് രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, ബന്ധങ്ങളെ ഉലച്ചു കളഞ്ഞ ചില ഭവനങ്ങളിലേക്ക് രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, അത് ശരീരങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, അത് സാമ്പത്തിക മണ്ഡലങ്ങളിലേക്ക്, അത് ബിസിനസ്സിലേക്ക്, അത് കുടുംബത്തിലേക്ക്, അത് ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് വെർച്യു യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അന്യഭാഷയിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചോ, അന്യഭാഷയിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചോ. ഇതിൻ്റെ അകത്ത് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും there is a healing virtue, there is a healing virtue. ആ രോഗസൗഖ്യത്തിന്റെ ശക്തിയെ തടയുവാൻ കഴിയാത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ we release it. അത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സഭയായി റിലീസ് ചെയ്യുകയാണ്. In the name of Jesus. അതിന് വിരോധമായി നിൽക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ദഹിപ്പിച്ചു കളയുകയാണ്. Be healed. In the name of Jesus. Cancers healed ആകട്ടെ, കിഡ്നീസ് സൗഖ്യമാകട്ടെ, കണ്ണുകൾ സൗഖ്യമാകട്ടെ, ത്വക്ക് രോഗങ്ങൾ വിട്ടുമാറട്ടെ, അസ്ഥികളുടെ പ്രശ്നങ്ങൾ സൗഖ്യമാകട്ടെ. സ്റ്റാമറിംഗ് യേശുവിന്റെ നാമത്തിൽ വിക്കുള്ള നാവുകൾ സൗഖ്യമാകട്ടെ. കേൾവിയില്ലാത്ത ചില കാതുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുമാറി കാതുകളിൽ, ചെവികളിൽ, അതെ കണ്ണുകളിൽ യേശുവിന്റെ നാമത്തിൽ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ, അതിനെ മുറുകെ പിടിച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. ശക്തിയോട് ആരാധിച്ചോ. ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ ശുശ്രൂഷ പലർക്ക് പ്രയോജനം ചെയ്യുകയാണ്. മൈക്കിൽ കൂടെ വരുന്ന ഒരു വ്യക്തിയുടെ ശബ്ദമല്ല, പകരം സഭയുടെ ആരാധനയും സ്തുതിയും അഭിഷേകവും പലരെയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. We declare a healing and deliverance. കർത്താവേ, സഭയുടെ പ്രാർത്ഥന സ്വർഗ്ഗം മാനിച്ചിരിക്കുകയാൽ സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ബാംഗ്ലൂരിലുള്ള ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആരാധനയിൽ നിന്നും എടുക്കുന്ന സന്ദേശങ്ങളുടെ ഭാഗങ്ങളാണ് ഈ DVD-കളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. 22 അംഗങ്ങളിൽ നിന്ന് ഇന്ന് 10,000-ലധികമായി സഭയെ വളർത്തുവാൻ, ഒരൊറ്റ ഭാഷയിലുണ്ടായിരുന്ന ആരാധനയിൽ നിന്ന് 7 വ്യത്യസ്ത ഭാഷകളായി ഉയർത്തുവാൻ, ദാരിദ്ര്യത്തിൻ്റെ വക്കിൽ കിടന്നിരുന്ന ജനങ്ങളെ സമൃദ്ധിയിലേക്ക് ദൈവം നടത്തുന്നത് കാണുവാൻ, ആത്മീകമായി, ഭൗതികമായി, സാമൂഹികമായി ദൈവം ജനത്തെ കൈപിടിച്ചുയർത്തുന്നത് കാണുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കുന്ന ദൈവത്തെയും ഇല്ലായ്മയിൽ നിന്ന് കെട്ടുപണി ചെയ്ത് ഉയർത്തുന്ന നിത്യനായ പിതാവിനെയും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനായ നിത്യപിതാവിനെയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ ദൈവം തരുന്ന ഈ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനകളിൽ ലഭിക്കുന്ന ഒന്ന് ദൈവിക സംസർഗവും സ്നേഹിതവർഗം, സഹോദരവർഗം തമ്മിലുള്ള കൂട്ടായ്മയുമാണ്. ഇലക്ട്രോണിക് മീഡിയകളിലൂടെ ഇത്തരം കാണുന്ന ഓഡിയോ വീഡിയോ പ്രസൻറ്റേഷനുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കഴിയാത്ത ഒന്ന് സഭയ്ക്കുള്ളിലുണ്ട്. അത് അദൃശ്യനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യമാണ്. കേവലം DVD-കളിൽ കാണുന്ന സന്ദേശങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ശക്തിയേറിയ ആരാധനകളിലേക്ക് പോയി അതിനകത്ത് സംബന്ധിക്കുവാൻ എൻ്റെ ശ്രോതാക്കളെ ഞാൻ വീണ്ടും പ്രേരിപ്പിക്കട്ടെ. അതൊരാവശ്യമാണ്. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ അഗണ്യമായി കരുതരുത്.
സഭായോഗങ്ങൾ വിലപ്പെട്ടതാണ്. പക്ഷേ ആത്മനിറവും ദൈവ നിവേശിതവുമായ ആരാധനകൾ ദുർലഭമായ ഈ കാലത്ത് ലഭ്യമായ ഇടങ്ങളിലേക്ക് ഓടിക്കയറുവാൻ, ഉപദേശത്തിൻ്റെ വിശുദ്ധിയും വേർപാടും വിട്ടുകളയാതെ വണ്ണം സൂക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബാംഗ്ലൂരിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്നവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയമുള്ളവർ ബാംഗ്ലൂരിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്നവരോട് ഇതിനെക്കുറിച്ച് പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ബാംഗ്ലൂരിലുള്ള ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലേക്ക് ആരാധനകൾക്കായി വരുന്നതിൽ സന്തോഷമുണ്ട് എന്ന് കർത്താവിൽ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.